നമസ്കാരം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ലൈസൻസ് പ്രിന്റിംഗ് നിർത്തുന്നു. ആധുനിക കാലത്ത് പ്രിന്റിംഗ് രേഖകളുടെ ആവശ്യമില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഗതാഗത വകുപ്പിന്റെ നിർണായക നീക്കം. ഇനി വാഹന പരിശോധനയ്ക്കിടെ ഡ്രൈവിംഗ് ലൈസൻസ് ഫോണിൽ കാണിച്ചാൽ മതിയെന്നാണ് ഗതാഗത കമ്മീഷണർ CH നാഗരാജുവിന്റെ നിർദ്ദേശം. ലൈസൻസിന്റെ ഫോട്ടോ ഫോണിൽ സൂക്ഷിക്കാം. ആദ്യഘട്ടമായി ലൈസൻസ് പ്രിന്റിംഗും രണ്ടാം ഘട്ടത്തിൽ RC ബുക്ക് പ്രിന്റിംഗും നിർത്തുമെന്ന് ഗതാഗത കമ്മീഷണർ അറിയിച്ചു. ആധാർ കാർഡുകൾ ഡൗൺലോഡ് ചെയ്യുന്നത് പോലെ രേഖകൾ ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഡിജി ലോക്കറിൽ സൂക്ഷിക്കുന്ന രേഖകൾ പരിശോധന സമയത്ത് ഹാജരാക്കിയാൽ മതി. പുതിയ തീരുമാനത്തോടെ ലൈസൻസ് പ്രിന്റിംഗ് നിർത്തുന്ന 4ാമത്തെ സംസ്ഥാനമായി മാറുകയാണ് കേരളം. ആലപ്പുഴയിൽ ATMിൽ കവർച്ച. ആലപ്പുഴ വള്ളികുന്നം കാഞ്ഞിരത്തുമൂട്ടിൽ ATMിൽ കവർച്ചാ ശ്രമം. കവർച്ചയ്ക്കിടെ അലാറം മുഴങ്ങിയതോടെ കള്ളൻ ഓടി രക്ഷപ്പെട്ടു. മുഖംമൂടി ധരിച്ചെത്തിയ കള്ളന്റെ ദൃശ്യങ്ങൾ ATMിന്റെ CCTV ദൃശ്യങ്ങളിൽ പതിഞ്ഞിട്ടുണ്ട്. പോലീസ് സംഭവസ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. കള്ളനെ ഉടൻ പിടികൂടാൻ സാധിക്കുമെന്ന് പോലീസ് അറിയിച്ചു. പൂജവയ്പ്. സംസ്ഥാനത്തെ സ്കൂളുകൾക്ക് 11 അവധി. പൂജവയ്പുമായി ബന്ധപ്പെട്ട സംസ്ഥാനത്തെ സ്കൂളുകൾക്ക് ഈ മാസം 11 അവധി നൽകുമെന്ന് മന്ത്രി V ശിവൻകുട്ടി. ഇത് സംബന്ധിച്ച് ഉത്തരവ് ഉടനിറങ്ങും. സാധാരണ ദുർഗാഷ്ടമി ദിവസം സന്ധ്യയ്ക്കാണ് പുസ്തകം പൂജ വയ്ക്കുന്നത്. ഇത്തവണ 2 ദിവസങ്ങളിലായി സൂര്യോദയത്തിന് തൃതീയ വരുന്നതിനാൽ അഷ്ടമി സന്ധ്യയ്ക്ക് വരുന്ന 10 വൈകിട്ടാണ് പൂജവയ്പ്. ഈ സാഹചര്യത്തിൽ 11 അവധി നൽകണമെന്ന് ആവശ്യപ്പെട്ട് അധ്യാപക സംഘടനയായ NTU മന്ത്രിക്ക് നിവേദനം നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. നടന് അബദ്ധത്തിൽ വെടിയേറ്റു. പ്രശസ്ത നടൻ ഗോവിന്ദയ്ക്ക് വെടിയേറ്റു. സ്വന്തം റിവോൾവറിൽ നിന്ന് അബദ്ധത്തിലാണ് നടന്റെ കാലിന് വെടിയേറ്റത്. മുംബൈയിലെ വീട്ടിൽ വെച്ച റിവോൾവർ വൃത്തിയാക്കുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത്. മുംബൈയിലെ ക്രിട്ടിക് കെയർ ആശുപത്രിയിലാണ് ഗോവിന്ദ ഇപ്പോൾ ഉള്ളത്. തോക്ക് കണ്ടെടുത്തതിന് ശേഷം പോലീസ് അന്വേഷണം ആരംഭിച്ചു. പുലർച്ചെ 4:45 ഒരു കൂടിക്കാഴ്ചയ്ക്കായി വീട്ടിൽ നിന്ന് പോകാനിരിക്കവെയാണ് അപകടം സംഭവിച്ചത്. ബുള്ളറ്റ് നീക്കം ചെയ്തു. ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് വിവരം. ഡ്യൂട്ടിക്കിടെ കുത്തേറ്റ് മരിച്ച ഡോക്ടർ വന്ദനാദാസിന്റെ പേരിൽ ക്ലിനിക്ക് ആലപ്പുഴയിൽ. ഉദ്ഘാടനം ഈ മാസം 10. മിതമായ നിരക്കിൽ മികച്ച ചികിത്സ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വന്ദനയുടെ പേരിൽ രക്ഷിതാക്കൾ ക്ലിനിക്ക് തുടങ്ങുന്നത്. തൃക്കുന്നപ്പുഴ പല്ലനയാറിന്റെ തീരത്താണ് ഡോക്ടർ വന്ദനാദാസ് മെമ്മോറിയൽ ക്ലിനിക്ക് സ്ഥാപിച്ചിരിക്കുന്നത്. വന്ദനയുടെ അമ്മയുടെ നാട്ടിലാണ് ഡോക്ടർ വന്ദനയുടെ പേരിൽ ക്ലിനിക്ക് ഒരുക്കിയിരിക്കുന്നത്. രാവിലെയും വൈകിട്ടുമായി ഓരോ ഡോക്ടർമാർ OPയിൽ ഉണ്ടാകും. മാസത്തിലൊരിക്കൽ മറ്റ് പ്രമുഖ ഡോക്ടർമാരുടെ സേവനവും ലഭ്യമാക്കും. വന്ദനയുടെ സുഹൃത്തുക്കളും രോഗികളെ ചികിത്സിക്കാനെത്തും. ലാബ്, മരുന്ന് തുടങ്ങിയ സൗകര്യങ്ങളും ഒരുക്കും. ഡോക്ടർമാരുടെയും മറ്റ് ജീവനക്കാരുടെയും ശമ്പളം പൂർണ്ണമായും വന്ദനയുടെ വീട്ടുകാർ തന്നെയാണ് നൽകുന്നത്. മുന്നോട്ടുള്ള യാത്രയിൽ സാമ്പത്തിക തടസ്സങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ചികിത്സയ്ക്ക് ചെറിയ നിരക്ക് ഈടാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ക്ലിനിക്കിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, സുരേഷ് ഗോപി MP, മന്ത്രി VN വാസവൻ, രമേശ് ചെന്നിത്തല MLA, ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ, പ്രമുഖ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ PP ഗംഗാധരൻ തുടങ്ങിയവർ പങ്കെടുക്കും. 11-ാം തീയതി വിവിധ മേഖലകളിലെ വിദഗ്ധ ഡോക്ടർമാരെ അണിനിരത്തിയുള്ള സൗജന്യ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇതിനോടൊപ്പം പിന്നോക്ക മേഖലയിൽ നിന്നും തെരഞ്ഞെടുത്ത സമർത്ഥരായ 2 മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ സഹായവും വന്ദനയുടെ പേരിൽ രക്ഷിതാക്കൾ നൽകുന്നുണ്ട്.